കാസറ്റ് തിരിച്ചു വരുമ്പോഴേ ഈ പോലത്തെ എന്തെങ്കിലും. കമുകും തോട്ടവും കയ്യാലകളും വിനയൻ ശ്രീദേവി കാസറ്റ് പ്രണയത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടേയിരുന്നു. എടാ പോത്താ, ഒരു പൊടിക്ക് ജീവൻ ബാക്കി വെച്ചേരവന്റെ. കറണ്ട് പോയാ? എണ്ണ ഉണ്ടല്ലോ. 32. ഗുഡ് ബോയ്. 33 ആയിരുന്നോ? എന്നാ പിന്നെ നിനക്ക് അവനെ അണ്ണാക്കി കയറി കൊടുക്കാമല്ലായിരുന്നോ? അതേടാ കിട്ടി, ഇവന് കിട്ടി. അനങ്ങി ഓടാ, കല്യാണത്തിന് പോവല്ലേ പിടി. ആരും പിടിക്കണ്ട. ധൈര്യമുള്ളവൻ ഇങ്ങോട്ട് വാടാ, കാണിച്ചു തരാം. ഉണ്ണിമൂരികളെല്ലാം കൂടി ഈ നേരത്തെ എങ്ങോട്ടാടാ? കാറ്റൊക്കെ കൊള്ളാൻ. എന്താടാ ഇതുണ്ടോ? ഇത് ഇങ്ങനെ ആക്കി ഇതിലേതവനാടാ ഇതിങ്ങനെ ആക്കിയത്? ചകിരി തല എലിവാലി മീശക്കാരൻ ഇവനാ? അവൻ തന്നെ. ഇങ്ങോട്ടാ, ഇങ്ങോട്ട് വാടാ. ഇത് മൊത്തം കറക്കി അകത്ത് കയറ്റിട്ട് നീ പോയാ മതി. എവിടെടാ ബാക്കി അലവലാദികൾ? പെട്ടെന്ന് ചെയ്യടാ. അണ്ണാ, ലോലനെ പിടിച്ച്. ലോലൻ നമ്മുടെ മുത്താടാ. വിടല്ലേ, ഞങ്ങള് വരുന്നുണ്ട്. ഇന്ന് വിനയന്റെ 16 യന്ത്രം ഞാൻ നടന്നു. വേഗം വിടറാ. കേട്ടടാ അങ്ങോട്ട്. അയ്യോ, ഇൻഡിക്കേറ്ററോ ഇതിലില്ലണ്ണ. ഇല്ലേ? നീ ജയിച്ചു എന്ന് വിചാരിക്കണ്ട. ഞങ്ങളും പുറത്തുനിന്ന് കുട്ടികളെ വിളിക്കും. എന്നാ വിളിച്ചോണ്ട് വാടാ ഊള ബിജു. വിളിക്കടാ ഊളെന്ന്. വിളിക്കടാ ഊളെന്ന്. അണ്ണാ ലോലം വിളിക്കുന്നു. ഇവരെന്തുകൊണ്ടാ വയ്യേ? എടുത്തോളാം. ശരിക്കും വിളിയടാ. അഭിനയനെ കണ്ടോ നീ? കമ്മിറ്റി അല്ലേ, കവലേ കാണൂ. ആ പോ. ഇനി കമ്മിറ്റി കഴിഞ്ഞിട്ട് മതി കക്കൂസ് കഴികൾക്ക്. എന്താ നമ്മുടെ മമ്മൂക്കേ ആൺകുട്ടി പറഞ്ഞെന്ന് പേരിട്ടു. എന്താ? ദുൽഖർ സൽമാൻ. കൊള്ളല്ലേ? പിന്നെ 86 പത്രം എടുത്തവൻ ഉണ്ടാക്കുക. ദുൽഖുമോനെ ഇപ്പൊ വയസ്സ് 4 ആയി. എന്തായാലും വളർന്നു വലുതാകുമ്പോഴേ അവൻ മുറ്റ് ഗ്ലാമർ ആയിരിക്കും. കീരിക്കാടൻ ജോസിനെ പോലെ. കീരിക്കാടൻ ജോസ് ആരാടാ? നിന്റെ അച്ഛനാ? എന്റെ അപ്പൻ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷെ കീരിക്കാടൻ ചേട്ടനെ പറ്റി പറഞ്ഞാണ്ടല്ലോ പന്നി. എന്താടാ എന്താ കമ്മിറ്റിക്ക് വരുന്നില്ലേ? ലിസ്റ്റ് എടുത്തോണ്ടിരിക്കുക. സൂണായിട്ട് വിട്ടോ, ഞങ്ങൾ എത്തിക്കോളാം. ശരി. ക്ലിപ്പിരെ ഇവിടെ ഇരുന്ന് അധികം ക്ലിപ്പിക്കാതെ നേരെ ടാക്കീസിലേക്ക് ഇന്ന് ഇൻസ്പെക്ഷൻ ആള് വരുന്നോ? ഇഞ്ചക്ഷനാ മാധവേട്ടനപ്പോ എന്ത് കുത്തിവെക്കാനാ? यही है वो इलाका जहाँ लोग तुम्हें जानते हैं. अब न तो वर्दी है न कुर्सी. इलाका तुम्हारा है और मैं अकेला हूँ. നമ്മുടെ ഗഗൻ ഗഗനാണ്. കള്ളനൊക്കെ നിന്റെ അമ്മാവൻ മുരളിയുടെ വീട്ടിൽ നിന്ന് തിണ്ടി എടുത്തിട്ട് ഞാൻ തന്നാണ്ട്. പിന്നെ എന്തിനാണ് മുരളിയുടെ തിണ്ടികളുടെ പൊങ്ങുള്ളത്? നിന്റെ ഒക്കെ തലമുണ്ടെങ്കിൽ ഞാൻ വരൂടാ. അയ്യോ,
ഈ തണ്ടിയായിരുന്നു. അറേ പാച്ചു എടാ ഞെളിപ്പിരി പിടി താഴെ കാശേരാ അയ്യേ അച്ഛന്റെ കീശന്ന് കേട്ട കാശല്ലേ. ബസ് അയ്യോ ബസ് പോയല്ലോ. ഊതല്ലേ വിദ്യാഭ്യാസ സ്നേഹി അതില്ല 2 വട എടുക്കട്ടെ. ഇയാള് ചത്തില്ലേ വടനെഹി പാൻപുരി വേൽപുരി ഓംപുരി പഴംപുരി. അരെ നായർ സാബ് കേസേ ഹേ? എടാ ഗഗൻ, നിനക്ക് ഈ നാട്ടിൽ എന്തെങ്കിലും പണിയെടുത്ത് ജീവിച്ചൂടെ? ബീഗൻ ബോംബെ ഗഗൻ ഉപ്പത്തെ സ്നാക്കരോ സംസാ താലടി ചന്ദ്രിക്കും എന്തുട്ട് അമ്പലമണിയാ. ഇവൻ വന്ന വണ്ടിക്ക് തന്നെ പോകേണ്ടി വരും. അപ്പൊ ഹിറ്റാണല്ലേ. നീ എന്താ ഇത്തവണ വരാൻ വൈകിയേ? ജയന്തി വരാൻ കുറച്ച് ലേറ്റ് ആയി. അല്ലെങ്കിലും ഈ പെൺകുട്ടികൾ ഇങ്ങനെ വരാൻ കുറച്ച് ലേറ്റ് ആവും. എന്നിട്ട് അവളവിടെ ആരി ജയന്തി ഉല്ലുക്ക പട്ട ഏതോ വലിയ ഇല്ലാത്ത പട്ടത്തി കൊച്ചാ. ഏടാ അതൊരു ട്രെയിനാണ്. തീവണ്ടിയാ? ജയന്തി തീവണ്ടിയാ. ജയന്തി ജനത. ഓഹോ സാർ ഇപ്പൊ എവിടെ നിന്നാണാവോ? നിനക്കൊക്കെ ചിന്തിക്കാവുന്നതിന്റെ അപ്പുറത്ത് അങ്ങ് ബോംബെന്ന് അതോ ലോകത്തിന്റെ ഇരുട്ടറയിൽ മിൽഖാ സിംഗിന്റെ കൂട്ടത്തിലായിരുന്നു ഞാൻ. 6 ദിവസം യുദ്ധമാണ് യുദ്ധം. ചൊരഹൂൻ ബ്ലഡ്. എന്ത് കാക്കാ അല്ല അപ്പൊ ബാക്കി ഒരു ദിവസോ? ഒരു ദിവസം ഗുഡ് ക്വസ്റ്റ്യൻ. ശനിവാർ ഞങ്ങൾക്ക് ഹോളിഡേ ആണ്. അതായത് ഈ ശനിയാഴ്ച ദിവസങ്ങളിൽ ഞങ്ങൾ പൊതുവെ അധോലോക പരിപാടികൾക്ക് പോകാറില്ല. എന്തിനാളിയാ നീ ഇങ്ങോട്ട് പോന്ന്? കണ്ണട വരാനാ? നൊസ്റ്റാൾജിയ. പറയാതെ ബാക്കി വെച്ച 1000 രഹസ്യങ്ങൾ എന്റെ വിനയനുമായി പങ്കുവെക്കാൻ. പിന്നെ ഇതൊക്കെ കാണിക്കണ്ടേ? ഓക്കെ ദോസ്തവും സൗഹൃദത്തിന്റെ തലം സംസാരിച്ചിട്ടുണ്ട്. ഒരു അഹങ്കാരമില്ലാത്ത തെണ്ടി. പ്രൈം മിനിസ്റ്റർ ലൈറ്റ് ആൻഡ് സൗണ്ട്സ്. പഴയ ബോർഡുകൾ, പൊളിഞ്ഞ ലൈറ്റുകൾ. ആഹാ ഒരു മാറ്റമില്ല. ബഹു തച്ച. കടയെ കുറ്റം പറഞ്ഞോ തെണ്ടി. മേലാ കടക്കകത്ത് കയറി പോരുന്നു. ഓ പിന്നെ ചുമ്മാ. ചുമ്മാ നല്ല കാര്യമായിട്ട് തന്നെയാ. നിന്നോട് 1000 തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ ഈ ഉടായ്പ പരിപാടിയായിട്ട് ഈ നാട്ടിൽ തന്നെ നിന്നോളൊന്നു. ഒരു പ്രേം നസീർ കട മുതലാളി. എടാ വിനിയ നീ എല്ലാം മറന്നു. വർഷങ്ങൾക്ക് മുമ്പ് നിനക്ക് വേണ്ടി കത്ത് എഴുതണമെന്ന് പറഞ്ഞപ്പോ ഞാൻ ആ കത്ത് എഴുതി. ആ കത്ത് നീ മാറിക്കൊടുത്ത് തെക്കല് ജാനിച്ച് കത്ത് പിടിച്ചപ്പോ നീ പറഞ്ഞു ഇനി കത്ത് പറ്റൂല. നമ്പർ ലോക്ക് എത്ര? പെട്ടിയുടെ 319. എന്തിനാണ് പെട്ടിയോടച്ച് നമ്പർ ലോക്കേ? അപ്പൊ ഞാൻ നിനക്ക് കാസറ്റിന്റെ ഐഡിയ പറഞ്ഞു. പോടാ. ഇതൊന്നും പോരാനിട്ട് ഇടതൂർന്ന മുടിയിൽ തുളസിക്കതിർ ചൂടിയ കരിമഷിക്കണ്ണുകളോടുകൂടി അവളോട് അവൻ പറയാതെ പോയ ഹൃദയ രഹസ്യങ്ങളെ ഒരു ഗഗനഹംസമെന്നോണം അവളിലേക്ക് എത്തിച്ച അരയന്നമാണ് നീ എന്നല്ല പറയാമെന്ന്. തന്നിളിയാ തന്നെ. അപ്പൊ നീ ഇതൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ? ഇല്ലളിയാ ഇല്ല, മറന്നിട്ടില്ലെന്ന് മാത്രമല്ല നല്ല ഓർമ്മയുണ്ട്. അതുകൊണ്ടാണ് ഇറങ്ങി പോടാ എന്ന് പറഞ്ഞു. ഇത് വാക്മാൻ. നടക്കുന്ന മനുഷ്യന്നല്ല. കാസറ്റിലൂടെ പ്രണയിക്കുന്നവർക്ക് ഇനി നടന്നും ഇരുന്നും കിടന്നും പ്രേമിക്കാം. മേഡ് ഇൻ ഗഗൻ. ഇതും നിനക്ക് വേണ്ടല്ലോ അല്ലേ? എന്താ ഗഗനഹംസമേ എന്താ?